ഹായ് ഗുഡ് മോർണിംഗ്. ഇത് നോക്കിയാൽ നല്ല അസല് മഴ പെയ്യാൻ പോകട്ടോ. നല്ല മഴക്കാറുണ്ട്. രാവിലെ തന്നെ മഴ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മോൺസൂൺ ഇന്ത്യയിൽ എത്തിയില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു ദിവസം പോലും ഒരു വെയിൽ കാണുന്നേ ഇല്ല. അപ്പോൾ കണ്ടോ, മഴ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. നല്ല ക്ലൗഡി, നല്ല മേഘാവൃതമായിരിക്കുന്ന അന്തരീക്ഷം. ഇനി ഇപ്പം തന്നെ മഴ പെയ്യും. ഇപ്പം തന്നെ നമുക്ക് ഊഹിക്കാം. കണ്ടോ, തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയത് തന്നെ നല്ലോണം ശക്തിയായിട്ടാണ് കേട്ടോ മഴ പെയ്ത് തുടങ്ങി. ഇപ്പം നോക്കിയേ, ആ ഒരു 5 മിനിറ്റിനുള്ളിൽ വന്ന ചേഞ്ചസ് ആണ് ഇതെല്ലാം. നമ്മൾ നോക്കി 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 നിൽക്കുകയാണ് നല്ലോണം മഴ പെയ്യണത്. അപ്പം നമുക്ക് ഈ ബാക്ക് വാട്ടേഴ്സ് ആയതുകൊണ്ട് നല്ല അസലായിട്ട് ഈ കാറ്റടിക്കുക വെച്ചാൽ നല്ലോണം കാറ്റടിക്കും. ഇത് കണ്ടോ, എല്ലാം കിടന്ന് ആടണ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അസൽ മഴയായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. നല്ല അസൽ മഴ തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഇത് എല്ലാ കാര്യങ്ങളും അടുത്താണ്, സിറ്റി ആണല്ലോ. പിന്നെ നോക്കിയേ, കണ്ടോ, നമ്മുടെ കുറേ ചെടികളൊക്കെ ഞങ്ങളുടെ പറമ്പിലത്തെ കുറേ ഈ വാഴ, പപ്പായ ഒക്കെ താഴെ വീണ് പോയി. എന്താ വെച്ചാൽ മഴയുടെ ഇത് കൂടിയിട്ട് പിന്നെ കുറച്ച് നേരം മുമ്പ് പറഞ്ഞതിനേക്കാളും നന്നായിട്ട് മഴ കൂടി. അതാണ് മഴ നമ്മൾ നോക്കി നോക്കി നിൽക്കുന്ന നല്ല അസലായിട്ട് മഴ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്താ പ്രശ്നം വെച്ചാൽ രാവിലെ മഴ പെയ്യുമ്പോൾ എനിക്ക് പിന്നെ മടി വരും. എനിക്ക് എൻ്റെ രാവിലത്തെ ജോലികളൊക്കെ ചെയ്യാനായിട്ടൊരു മടി വരും. എന്ന് വെച്ചാൽ ആകെ ഒരു തണുപ്പാണല്ലോ. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് ആസ് എ ഹൗസ് വൈഫ് നമുക്കിതെല്ലാം ചെയ്തേ പറ്റൂ. ഇപ്പോൾ മഴ കുറഞ്ഞതിന് ശേഷം ആകെ എല്ലാം ഒന്ന് സമാധാനമായി. പക്ഷേ ഏത് നിമിഷം പെയ്യും, അങ്ങനെ നിൽക്കുന്നത്. മഴ നല്ലോണം പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം ആയതുകൊണ്ട് ആക്ച്വലി ഒരൊറ്റ മഴ പെയ്താൽ മതി, പിന്നെ കുളം. ഞങ്ങളുടെ ഈ എന്താ പറയുക, ഓട എന്നല്ല പറയാം, അതൊക്കെ നിറഞ്ഞ് നമ്മുടെ മെയിൻ റോഡിലേക്കുള്ള അപ്രോച്ച് റോഡാണ് ഈ കാണുക. അപ്രോച്ച് റോഡൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞു. ഇപ്പം നമ്മൾ നടക്കുമ്പോഴൊക്കെ നമുക്കറിയാൻ പറ്റും. ഇതിപ്പോൾ പുതിയ മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഈ വെള്ളം ഇത്ര നന്നായിട്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ചളിയൊക്കെ ആവും. ഇതിപ്പോൾ പുതിയ മഴ പെയ്തേക്കണുണ്ട്. ആൾക്കാർക്ക് പോകാനായിട്ട് കല്ലുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ആക്ച്വലി. ഇതിന് ശേഷം ഇനിയിപ്പോൾ 2 ദിവസം മഴ പെയ്യാണ്ടിരുന്നാൽ മാത്രമേ വെള്ളം അങ്ങോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും വെള്ളം കൊണ്ട് നിറയും. ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലുള്ളതാണേ. ഇത് ഞങ്ങൾ തല്ലിത്തേങ്ങ എന്നാട്ടോ പറയുക. എന്താ വെച്ചാൽ ഇത് ഞങ്ങളുടെ പണ്ടത്തെ കുട്ടികളുടെ ബദാമാണിത്. ഇത് ഞങ്ങൾ പഴുത്ത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഈ കല്ലുകൊണ്ട് നന്നായിട്ട് ഇടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പെടുക്കും. അതാണ് ഈ ബദാം എന്ന് പറഞ്ഞത്. ഇത് റിയൽ ബദാമൊന്നും അല്ല കേട്ടോ. ഇതൊരു പേർപ്പിൾ കളറാവും. പിന്നെ രാവിലത്തെ പരിപാടി തുടങ്ങി. ഇഡ്ഡലിയായിരുന്നു. ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡിൽ ചായ, ഒരു സൈഡിൽ ഇഡ്ഡലി. ഏതൊരു സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ, അവിടെ കല്യാണം ഇവിടെ പലയാച്ചൽ അതുപോലെ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് എൻ്റെ ഡോഗിന് നടക്കാൻ കൊണ്ടുപോകാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ആ സൈഡ് മുഴുവൻ മീൻസ് കുറച്ച് പറമ്പുകളൊക്കെ ധാരാളം ഉണ്ട്. അപ്പം ഇങ്ങനെ ഓരോ പറമ്പുകളും ഇങ്ങനെ വീടൊക്കെ വെച്ചുകൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ സിറി. ഇതൊരു 3 year old ഗോൾഡൻ റിട്രീവർ ആണ് കേട്ടോ. ഭയങ്കര കുറുമ്പത്തിയാ, പക്ഷെ ഭയങ്കര പാവമാണ്. നല്ല അനുസരണയുള്ള ഡോഗാണ് കേട്ടോ. പക്ഷെ കുറുമ്പുണ്ട്. അത്ര നല്ല ഇതാണ്, സ്നേഹമുള്ള നല്ല ബ്രീഡാണ് ആക്ച്വലി. ഇത് ഞാനൊരു ചെറിയ ടിപ്പാട്ടോ. ഇതിൻ്റെ പുതിയ കടായിൽ നമ്മളിങ്ങനെ സ്റ്റിക്കർ ഉണ്ടാവില്ലേ, സ്റ്റിക്കർ എൻ്റെ അമ്മ പറഞ്ഞു തന്നാണ്. സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി. ജസ്റ്റ് എന്നിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങോട്ട് പോരുവേ. അപ്പോൾ അതിനെ തൊട്ടിപ്പിടിച്ചിരിക്കുകയൊന്നും ചെയ്യത്തില്ല. എൻ്റെ അമ്മയുടെ ടിപ്പാട്ടോ. പിന്നെ ഞാൻ ഈവനിങ് ആയപ്പോൾ ഞാൻ ഇവിടെ ഒരു മില്ല് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ എല്ലാം ഈ പൊടികൾ എല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. പിക്കിൾസ്, എല്ലാ പൊടികളും അവർ തന്നെ പൊടിച്ചിട്ട് വെക്കുന്നതാണ്. അപ്പം ഞാൻ അവിടെ നിന്നാണ് ഈ പൊടികളൊക്കെ വാങ്ങിക്കുന്നത്. ഈവൻ പുട്ടുപൊടി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ. മുളക് പൊടി, എന്താ പറയുക, അപ്പപ്പൊടി, പിന്നെന്താ ശർക്കര, ഷുഗർ. ഈവൻ ശർക്കരയൊക്കെ അവർ മറിയൂർ എവിടെ നിന്നൊക്കെയാണ് പോയി എടുക്കണമെന്ന് പറയണേക്കാറുണ്ട്. ബാക്കി പൊടികളൊക്കെ അവർ ഇവിടുന്ന് തന്നെ, അവരുടെ തന്നെ മില്ലിൽ നിന്ന് തന്നെ അരി മേടിച്ചിട്ടൊക്കെ പൊടിക്കുകയാണ്, കഴുകി. നമുക്കത് കാണാൻ പറ്റും ആക്ച്വലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നല്ല ക്വാളിറ്റി തന്നെയാണ് അവരുടെ. ഈവൻ ചോളത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് ചോളത്തിൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ, ആ ചോളത്തിൻ്റെ പൊടി വരെ അവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ പ്രൈസ് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പ്രൈസിൽ അങ്ങനെ വലിയ കൂടുതലൊന്നുമല്ല, പക്ഷെ ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. ഇതൊരു പരസ്യമൊന്നുമല്ല കേട്ടോ. ഞാനതുകൊണ്ട് എൻ്റെ പേരൊന്നും പറയുന്നില്ല. അപ്പം അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇതൊരു പരസ്യമെന്ന് വിചാരിക്കും. പിന്നെ പുളിയൊക്കെ ആക്ച്വലി അവർ ഉണക്കി അവർ തന്നെ ഇങ്ങനെ ഓരോ വീടുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ലോട്ട് കണക്കിന് പറിച്ച് അത് ഉണക്കി കുരുവൊക്കെ കുത്തി വയ്ക്കുന്നതാണ്. പിന്നെ പിക്കിൾസും അവരുടെ തന്നെ മീൻസ് എന്താ പറയുക, ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പിക്കിളുകളാട്ടോ. ഞാൻ പിക്കിൾ അങ്ങനെ അധികം വാങ്ങിക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ കൂടുതലും ഈ എന്താ പറയുക, ചെറിയ മാംഗോൻ്റെ പിക്കിളാണ് കേട്ടോ. അത് ഞാൻ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ ഇത് ബനാന പൗഡർ, അങ്ങനത്തെ കുട്ടികൾക്ക് കൊടുക്കണം. ഇതൊക്കെ ഇല്ലേ, കൂവപ്പൊടി, ബനാന പൗഡർ, പിന്നെ റാഗിയുടെ പൗഡർ, അതൊക്കെ ഇവിടെ കിട്ടും. എല്ലാം അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണ്. അത് ഫാക്ടറി എന്ന് വെച്ചാൽ വലിയ ഫാക്ടറി ഒന്നുമല്ല. അത്രേ ഉള്ളൂ. താങ്ക് യു, ബൈ ബൈ.